വെൽക്കം ഓൾ. വെൽക്കം ടു അമേസ് അക്കാദമി. നമ്മൾ KWAയിൽ കെമിക്കൽ ടോപ്പിക്സിനെ പറ്റിയിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് എങ്ങനെ ഫസ്റ്റ് ഏത് സബ്ജക്റ്റ് നമുക്ക് തുടങ്ങാം, ഏതാണ് നമുക്ക് കൂടുതൽ എളുപ്പമായിട്ടുള്ളത്. കുറച്ച് ന്യൂമറിക്കൽസ് ആയിട്ടുള്ള സബ്ജക്റ്റും ഉണ്ട്, അതേപോലെ തന്നെ തിയറി വരുന്ന കുറച്ച് സബ്ജക്റ്റുകളുമുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മളുടെ സിലബസിലേക്ക് വരുവാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ടെക്നോളജിയാണ്. പാർട്ടിക്കിൾ ടെക്നോളജിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൽ ശരിക്കും പറഞ്ഞാൽ മെക്കാനിക്കൽ ഓപ്പറേഷൻസ് ആണ്. ഇത് കുറച്ചൊക്കെ നിങ്ങൾക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും. അതായത് പണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും സെഡിമെന്റേഷന്റെ കേസ്, പിന്നെ ഫിൽട്രേഷന്റെ കേസ്, അതേപോലെ തന്നെ കുറച്ച് സ്ക്രീനിങ് ചിലപ്പോൾ സിവിൽ എഞ്ചിനീയേഴ്സ് പരിചയമുള്ളതായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എൻവറോൺമെന്റൽ റിലേറ്റഡ് ആയിട്ട് എയർ സെപ്പറേഷൻ മെത്തേഡ്സിലാണെങ്കിലും നമ്മൾ സൈക്ലോൺ സെപ്പറേറ്റർ, പിന്നെ ESP. ഓക്കെ, ഇതില് നമുക്ക് മെയിനായിട്ട് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ എന്ന് പറയുന്നത് ഫസ്റ്റ് ആണ് സൈസ് റിഡക്ഷൻ ആണ്. അപ്പോൾ സൈസ് റിഡക്ഷനിൽ തന്നെ അതിന്റെ മെക്കാനിസം ഉണ്ട്. മെയിനായിട്ട് നമുക്ക് ക്രഷേഴ്സ് ഉണ്ട്, ഗ്രൈൻഡർ ഉണ്ട്, അൾട്രാ ഫൈൻ ഗ്രൈൻഡർ ഉണ്ട്. ഒരു ക്രഷർ വരുമ്പോൾ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള മെക്കാനിസം കംപ്രഷൻ ആണോ, ഇനി നമ്മളുടെ ഗ്രൈൻഡേഴ്സ് വരുമ്പോൾ ഇമ്പാക്റ്റ് ആണോ, അതോ അട്രീഷൻ ആണോ, അൾട്രാ ഫൈൻ ഗ്രൈൻഡേഴ്സ് വരുമ്പോൾ, അങ്ങനെ മെക്കാനിസത്തിനെ പറ്റിയിട്ട് വേണമെങ്കിൽ ഒരു തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാം. അതല്ല എങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ സൈസ് റിഡക്ഷനിൽ ശരിക്കും ഒരു 3 ലോസ് ഉണ്ട്. ഓക്കെ, സൈസ് റിഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 3 ലോസ് ഉണ്ട്. അപ്പോൾ 3 ലോസിനെ പറ്റിയിട്ടുള്ള 3 ലോസ് കണക്ട് ചെയ്തിട്ട് ഒരു റിലേഷനും ഉണ്ട്, അതേപോലെ തന്നെ പ്രോബ്ലംസും. കഴിഞ്ഞ പ്രാവശ്യം ഇതിന്റെ ഒരു പ്രോബ്ലം ആണ് ഒരു ന്യൂമറിക്കലായിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചോദിച്ചത്. സോ അത് റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ഏരിയയും കൂടിയാണ്. കിക്സ് ലോ, ബോൺസ് ലോ, റിട്ടിങ്ങേഴ്സ് ലോ എന്ന് പറഞ്ഞിട്ട് 3 ഇക്വേഷൻസ് ഉണ്ട്. ഇനി നമ്മുടെ പാർട്ടിക്കിൾ സൈസ് ഡയമീറ്ററിലേക്ക് വരുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ട് കുറച്ച് ഇക്വേഷൻസ് അരിത്മെറ്റിക്, ജസ്റ്റ് മൾട്ടിപ്ലൈ സിഗ്മ XI/dA സമ്മേഷൻ ഓഫ് XI/dA ബൈ നമ്മുടെ സമ്മേഷൻ ഓഫ് XI എന്ന് പറഞ്ഞിട്ട് സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പോകുന്ന കുറച്ച് ഇക്വേഷൻസ് ആണുള്ളത്. ദെൻ സ്ക്രീൻ അനാലിസിസിലേക്ക് വരുമ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻസ് സാധാരണ എഫിഷ്യൻസി റിലേറ്റ് ചെയ്തിട്ട് ഒരു റിലേഷൻ ഉണ്ട്. അതേപോലെ സ്ക്രീൻ അനാലിസിസും കപ്പാസിറ്റി നമ്മൾ അറിഞ്ഞിരിക്കാം. പിന്നെ കൂടുതലായിട്ടും എഫിഷ്യൻസിക്ക് ഒരു റിലേഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ സ്ക്രീൻ അനാലിസിസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഓവർ സൈസ് പാർട്ടിക്കിളും കിട്ടും, അണ്ടർ സൈസ് പാർട്ടിക്കിളും കിട്ടും. ഓവർ സൈസ് പാർട്ടിക്കിളിന്റെ ബേസിൽ എഫിഷ്യൻസി കണ്ടുപിടിക്കാം, അണ്ടർ സൈസ് പാർട്ടിക്കിളിന്റെ ബേസിലും എഫിഷ്യൻസി കണ്ടുപിടിക്കാം. ഓക്കെ, ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ ഓവറോൾ എഫിഷ്യൻസി ആയി. then അതേപോലെ എയർ സെപ്പറേഷൻ മെത്തേഡിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മളുടെ സൈക്ലോൺ സെപ്പറേറ്റർ, ESP ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ESPന് ബേസിക് പ്രിൻസിപ്പിൾ അറിഞ്ഞിരുന്നാൽ മതി. സൈക്ലോൺ സെപ്പറേറ്റർ ആണെങ്കിൽ ഒരു ന്യൂമറിക്കൽ ഉണ്ട്, അതായത് നമ്മളുടെ സെപ്പറേഷൻ ഫാക്ടർ. അതായത് ശരിക്കും സൈക്ലോൺ സെപ്പറേറ്ററിൽ എയർ, അതായത് ഡസ്റ്റ് അടങ്ങിയ എയർ കയറി വരുന്നത് ടാൻജൻഷ്യലി ആണ്. നമ്മൾ സെൻട്രിഫ്യൂജൽ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും അവിടെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതാണ് സെപ്പറേഷൻ ഫാക്ടറിൽ വരുന്നത്. അതിന്റെ റിലേഷൻസ് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചു. പിന്നെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഫ്ലൂയിഡൈസേഷൻ. അതായത് സോളിഡ് പാർട്ടിക്കിൾസിനെ അല്ലെങ്കിൽ എനിക്ക് പാക്ഡ് ബെഡിലുള്ള പാർട്ടിക്കിൾസിനെ ഞാൻ ഫ്ലോ മോഷനിലേക്ക് എത്തിക്കുക, എയർ വെച്ചിട്ട് ഫ്ലൂയിഡ് ലൈക്ക് സ്റ്റേറ്റിലേക്ക് എത്തിക്കാം. അപ്പോൾ ഫ്ലൂയിഡൈസേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ അവിടെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. അതായത് ഫ്ലൂയിഡൈസേഷൻ സംഭവിക്കുമ്പോൾ പ്രഷർ ഡ്രോപ്പിന് എന്ത് സംഭവിക്കുന്നു, ലെങ്ത് ഓഫ് ദ കോളത്തിന് എന്ത് സംഭവിക്കുന്നു, എന്താണ് മിനിമം ഫ്ലൂയിഡൈസേഷൻ വെലോസിറ്റി, അത് എങ്ങനെയാണ് റിലേറ്റ് ചെയ്ത് പോകുന്നത്. അതേപോലെ തന്നെ അവിടെ വെലോസിറ്റി കൂടുന്നതിനനുസരിച്ച് നമ്മളെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട്. സ്ലഗിങ് ഒക്കെയാണ് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഓക്കെ, പിന്നെയുള്ള ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സെഡിമെന്റേഷനും ഫിൽട്രേഷനും ആണ്. നമുക്ക് പരിചയം ഉണ്ടാവും. ഇതിൽ സെഡിമെന്റേഷന്റെ കേസിൽ നമുക്ക് കൂടുതലായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക നമ്മളുടെ റെയ്നോൾഡ്സ് നമ്പറിന്റെ റേഷ്യോ വെച്ചിട്ട് നമ്മൾ സ്റ്റോക്സ് ലോയും ന്യൂട്ടൺസ് ലോയും പറയാറുണ്ട്. അപ്പോൾ ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി നിങ്ങൾക്ക് പരിചയമുള്ള ആളായിരിക്കും. ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി, ഈ ടെർമിനൽ സെറ്റിലിംഗ് വെലോസിറ്റി എങ്ങനെയാണ് നമ്മളെ ഡയമീറ്ററുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൂടിയാൽ ടെർമിനൽ സെറ്റിംഗ് വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും, അത് റെയ്നോൾഡ്സ് നമ്പറിന്റെ ബേസിലാണ്. സ്റ്റോക്സ് ലോയിൽ എന്ത് സംഭവിക്കും, ന്യൂട്ടൺസ് ലോയിൽ എന്ത് സംഭവിക്കും. അതേപോലെ ഡ്രാഗ് കോഎഫിഷ്യന്റും നമ്മൾ ഫ്ലൂയിഡിൽ പരിചയമുള്ള, ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കിൾ ടെക്നോളജി എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഫ്ലൂയിഡുമായിട്ട് പരിചയമുള്ള ആളാണ്. ഡ്രാഗ് കോഎഫിഷ്യന്റും അതേപോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പറും തമ്മിൽ റിലേഷൻ എങ്ങനെയാണ്, അല്ലെങ്കിൽ ഡ്രാഗ് കോഎഫിഷ്യന്റ് കോൺസ്റ്റന്റ് ആയിട്ട് വരിക ഏത് റീജിയനിലാണ്. അപ്പോൾ അതിന്റെ പ്രോബ്ലംസ്, അതിന്റെ ഇക്വേഷൻസ് കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെക്കാം. പിന്നെ ഫിൽട്രേഷൻ ആണെങ്കിൽ നമ്മൾ 2 ഫിൽട്രേഷൻ ആണ് സാധാരണ പറയുന്നത്, കോൺസ്റ്റന്റ് വോളിയം, വേറൊന്ന് കോൺസ്റ്റന്റ് പ്രഷർ. ഓക്കെ, അതിന് റിലേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ റിലേഷനിൽ ഓർക്കേണ്ട കാര്യം വിസ്കോസിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡെൻസിറ്റി എങ്ങനെയാണ് റിലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വയ്ക്കുക, കാരണം അതാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുള്ളത്.
പ്രോബ്ലംസ് അങ്ങനെ അവിടെ നിന്ന് ചോദിക്കാൻ സാധ്യതയില്ല. പ്രോബ്ലംസ് ചോദിക്കാൻ സെഡിമെന്റേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഈ ഡ്രാഗ് കോഎഫിഷ്യന്റ് അല്ലെങ്കിൽ റെയ്നോൾഡ്സ് നമ്പർ റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ടേമിനൽ സെറ്റിംഗ് വെലോസിറ്റി റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഡയമീറ്റർ റേഷ്യോ തമ്മിൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ന്യൂമറിക്കൽസ് ആണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. പിന്നെയുള്ളത് അജിറ്റേഷൻ ആൻഡ് മിക്സിംഗ് ആണ്. ഇതിലും നമുക്ക് അജിറ്റേഷന്റെ കേസിൽ ചെറിയ ചെറിയ തിയറിയുള്ളൂ. അതായത് സ്വെർലിംഗ് ഒഴിവാക്കാം, നമ്മളുടെ എന്താ പറയുക, കൂടുതൽ എഫക്റ്റീവ് ആയിട്ട് അജിറ്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം. അതേപോലെ അവിടെ ന്യൂമറിക്കൽ ഉണ്ട്, പവർ, നമ്മൾ അജിറ്റേഷന്റെ പവർ. അതും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റെയ്നോൾഡ്സ് നമ്പറുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ആളുണ്ട്. അപ്പോൾ പവർ കണ്ടുപിടിക്കാൻ റിലേഷൻ ഉണ്ട്. ഇപ്പൊ ഡയമീറ്റർ കൂടിയാൽ പവർ എങ്ങനെ കൂടും, സ്പീഡ് കൂടിയാൽ പവർ എങ്ങനെ കൂടും. അപ്പൊ അത് റെയ്നോൾഡ്സ് നമ്പർ കുറഞ്ഞ കേസിൽ, റെയ്നോൾഡ്സ് നമ്പർ കൂടിയ കേസിൽ. ഓക്കെ, അപ്പൊ അത് ഒരു റിലേഷൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻ ആണ്. അതും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ അധികം സമയം കളയണ്ട. ട്രാൻസ്പോർട്ടേഷനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കിയാൽ മതി. എന്തൊക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കൂടുതലും സ്ക്രൂ കൺവേഴ്സിനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതാണ് പാർട്ടിക്കിൾ ടെക്നോളജിയിൽ മെയിൻ ആയിട്ടുള്ള ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, 5 മാർക്കിന്റെ കേസ്. ഇപ്പൊ സൈസ് റിഡക്ഷൻ എന്ന് കഴിഞ്ഞ പ്രാവശ്യം ക്വസ്റ്റ്യൻ ചോദിച്ച്, എയർ സെപ്പറേഷൻ മെത്തേഡ് എന്ന് ചോദിച്ച്, ഫ്ലൂയിഡൈസേഷൻ എന്ന് ചോദിച്ച്, സെഡിമെന്റേഷൻ റിലേറ്റ് ചെയ്ത് ചോദിച്ച്, അജിറ്റേഷൻ ആൻഡ് മിക്സിംഗ്, ഇങ്ങനെയാണ് 5 ക്വസ്റ്റ്യൻസ് വന്നത്. ഓക്കെ, അപ്പൊ കൂടുതലും ന്യൂമറിക്കൽ ആയിരുന്നു. എന്ന് വെച്ചാൽ ഫുള്ള് ന്യൂമറിക്കൽ പഠിക്കണം എന്നല്ല, പക്ഷെ നിങ്ങൾ തിയറി ഒരു ഐഡിയ ഉണ്ടാക്കുക, ബാക്കി ന്യൂമറിക്കൽ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ദെൻ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ സ്റ്റോഷ്യോമെട്രി ആണ്. 3 മാർക്കേ ഉള്ളൂ. ഈ 3 മാർക്കിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും എപ്പോഴും വരുന്നത് മെറ്റീരിയൽ ബാലൻസിൽ നിന്നാണ്. അത് 2 ടൈപ്പ് ഉണ്ട്, വിത്തൗട്ട് റിയാക്ഷൻ ഉണ്ട്, വിത്ത് റിയാക്ഷൻ ഉണ്ട്. വിത്തൗട്ട് റിയാക്ഷൻ ആണ് കൂടുതലും ചോദിക്കാറുള്ളത്. വിത്തൗട്ട് റിയാക്ഷൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഓക്കെ, വിത്ത് റിയാക്ഷൻ വരുമ്പോൾ നമുക്ക് സ്റ്റോഷ്യോമെട്രിയും കൂടെ കൺസിഡർ ചെയ്യേണ്ടി വരും. വിത്തൗട്ട് റിയാക്ഷൻ അതൊന്നുമില്ല, മാസ് ബാലൻസ് ചെയ്താൽ മതി. ടോട്ടൽ ഇൻപുട്ട് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട്, ടോട്ടൽ ഇൻപുട്ട് ഈക്വൽ ടു ടോട്ടൽ ഔട്ട്പുട്ട്. അത് ഓവറോൾ ആദ്യം എടുക്കുക, പിന്നെ ഒരു കമ്പോണന്റിനെ എടുക്കുക. സിമ്പിളായിട്ട് പരിപാടി കഴിയും. സിമ്പിളായിട്ട് നമുക്ക് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് നോക്കിയാൽ തന്നെ ഐഡിയ കിട്ടുന്നതാണ് മെറ്റീരിയൽ ബാലൻസ്. ഇവിടെ നിന്നാണ് ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും വരാറുള്ളത്. പിന്നെ വിത്ത് റിയാക്ഷൻ ആകുമ്പോൾ സാധാരണ പെർസെൻറ്റേജ് എക്സസ് ഓക്സിജൻ അല്ലെങ്കിൽ നമ്മളുടെ ഓർസാറ്റ് അനാലിസിസിലുള്ള കോമ്പോസിഷൻ എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് എളുപ്പമായിട്ട് ചോദിക്കാറുള്ളത്. രണ്ടാമത് ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഗ്യാസ് ലോസ് റിലേറ്റ് ചെയ്തിട്ട് ഒന്നെങ്കിൽ സ്റ്റേറ്റ്മെന്റ് റിലേറ്റ് ചെയ്ത് വരാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് റിലേറ്റ് ചെയ്ത് വരാം. സാധാരണ നമ്മളുടെ പഴയ സ്കൂളിൽ നമ്മൾ പഠിക്കുന്ന അവഗാഡ്രോ ലോ, ബോയിൽസ് ലോ, ചാൾസ് ലോ, അതൊന്നും അധികം ചോദിച്ച് കാണാറില്ല. കൂടുതലും ഡാൾട്ടൺസ് ലോ അല്ലെങ്കിൽ അമഗാറ്റ്സ് ലോ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കഴിഞ്ഞ പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് കണ്ടിട്ടുള്ളത്. ഓക്കെ, പ്രീവിയസ് PSCയിലൊക്കെ ഡാൾട്ടൺസ് ലോന്റെ വേണമെങ്കിൽ പ്രോബ്ലം ചോദിക്കാം, അല്ലെങ്കിൽ അമഗാറ്റ്സ് ലോ റിലേറ്റ് ചെയ്തിട്ട് സ്റ്റേറ്റ്മെന്റ് കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ വെച്ചിട്ട് 2-3 വാരിയബിൾ ആയിട്ടുള്ള പ്രോബ്ലംസ്. പിന്നെയുള്ളത് മോൾസ് ആൻഡ് കോൺസെൻട്രേഷൻ ടേംസ് ആണ്. ഇതിൽ എനിക്ക് 2 രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒന്ന് എൻ്റെ സ്റ്റോഷ്യോമെട്രി ബേസിലുള്ള ക്വസ്റ്റ്യൻ. ഓക്കെ, അതായത് ഞാൻ എൻ്റെ റിയാക്ഷൻ മനസ്സിലാക്കിയിട്ട് ചില ക്വസ്റ്റ്യനിൽ റിയാക്ഷൻ തരാറുണ്ട്. N2 + 3H2 gives ammonia 2NH3. അപ്പോൾ റിയാക്ഷൻ ബേസിൽ സ്റ്റോഷ്യോമെട്രി അറിഞ്ഞിരിക്കുക. അപ്പോൾ അതിൻ്റെ എമൗണ്ട് ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ഏതാണ് കറക്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ സ്റ്റോഷ്യോമെട്രിയിൽ നമ്മൾ ബേസിക് ആയിട്ട് പറയുന്ന മോളിന്റെ കൺസെപ്റ്റ്. ഓക്കെ, അതായത് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയാം, മോളിന്റെ ബേസിൽ പറയാം, അല്ലെങ്കിൽ മാസിന്റെ ബേസിൽ പറയാം. അതല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ടേംസ്, അതായത് ഒന്നുകിൽ മൊളാരിറ്റി കണ്ടുപിടിക്കുക, അപ്പോൾ അതിനുള്ള ഡാറ്റ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ മൊളാലിറ്റി കണ്ടുപിടിക്കുക, അതിനുള്ള ഡാറ്റ ഉണ്ടാവും, നോർമാലിറ്റി കണ്ടുപിടിക്കുക, അതിനുള്ള ഡാറ്റ ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതാണ് ഒരു ക്വസ്റ്റ്യൻ വരാനുള്ളത്. പിന്നെ യൂണിറ്റ് ആൻഡ് ഡയമെൻഷൻസ് ചിലപ്പോഴേ വരുള്ളൂ, ഇപ്പം അങ്ങനെ വരാറില്ല. എന്നാലും ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട പൗണ്ട് എങ്ങനെ കിലോഗ്രാം ആക്കാം, തിരിച്ച് മീറ്ററിനെ എങ്ങനെ ഫുട്ടാക്കാം, അതും തിരിച്ച്, എനർജി ആണെങ്കിൽ BTUനെ എങ്ങനെ ജൂളാക്കാം, കലോറീനെ എങ്ങനെ ജൂളാക്കാം, പ്രഷർ പിന്നെ നിങ്ങൾക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സിലും പഠിച്ച് പരിചയം ഉണ്ടാവും അല്ലെ, അറ്റ്മോസ്ഫിയർ, മില്ലിമീറ്റർ ഓഫ് മെർക്കുറി, ബാർ, പാസ്കൽ, ഇവർ തമ്മിലുള്ള റിലേഷൻ. ഇതാണ് യൂണിറ്റ്സ് ആൻഡ് ഡയമെൻഷൻസിൽ നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഇതിൽ 3 ക്വസ്റ്റ്യനിൽ കഴിഞ്ഞ പ്രാവശ്യം മെറ്റീരിയൽ ബാലൻസ് ആയിരുന്നു ഒരു ക്വസ്റ്റ്യൻ. ഓക്കെ, അതേപോലെ ഗ്യാസ് ലോസ് നമ്മളുടെ ഡാൾട്ടൺസ് ലോ റിലേറ്റ് ചെയ്തിട്ടായിരുന്നു ഒരു ക്വസ്റ്റ്യൻ. പിന്നെ കോൺസെൻട്രേഷൻ ടേംസ് റിലേറ്റ് ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് മെയിൻ ആയിട്ട് സ്റ്റോഷ്യോമെട്രിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ്. ഇതിനടുത്തത് ഇൻസ്ട്രുമെന്റേഷൻ വരുമ്പോൾ ഇതിൽ നമുക്ക് പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം കളയാം. പക്ഷെ അങ്ങനെ സമയം കളഞ്ഞ് പഠിക്കേണ്ട. നമ്മൾ ബേസിക് ആയിട്ട് മെഷർമെന്റിന്റെ പ്രിൻസിപ്പിൾസ് അവിടെ പറയുന്ന കുറച്ച് കാര്യങ്ങൾ,
ഓക്കെ, എന്തൊക്കെ വേണം ഒരു ഇൻഡസ്ട്രിയിൽ എന്നുള്ള രീതിയിൽ. അത് 4-5 പോയിന്റ്സ് ഉണ്ട്. അതേപോലെ തന്നെ ഡൈനാമിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, സ്റ്റാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് തമ്മിൽ ഒന്ന് ക്ലാസിഫൈ ചെയ്ത് പഠിച്ചാൽ മതി. രണ്ടാമത് ടെമ്പറേച്ചർ മെഷർമെന്റ്. സോ നിങ്ങൾ പഠിക്കുമ്പോൾ ടെമ്പറേച്ചർ മെഷർമെന്റ് ആണെങ്കിൽ നമുക്കറിയാം തെർമോകപ്പിള് അല്ലെങ്കിൽ തെർമോമീറ്റർ, RTD, തെർമിസ്റ്റർ, പിന്നെ ഹൈ ടെമ്പറേച്ചർ ആണെങ്കിൽ നമ്മൾ ഒപ്റ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ. അപ്പോൾ ഇതിൽ ആദ്യം നമ്മൾ ഏത് ഇൻസ്ട്രുമെന്റ് ആണോ അതിന്റെ ബേസിക് ആരുമായിട്ടാണ്, അതായത് RTD എന്ന് പറയുമ്പോൾ അയാൾ ടെമ്പറേച്ചർ മെഷർമെന്റുമായിട്ട് കണക്ട് ചെയ്തതാണ്. ആ ഒരു രീതിയിൽ ഒന്ന് പഠിക്കാം. തെർമിസ്റ്റർ എന്ന് പറയുമ്പോൾ അയാൾ ടെമ്പറേച്ചർ മെഷർമെന്റുമായിട്ട് കണക്ട് ചെയ്തതാണ്. ഇനി RTDയിൽ എന്താണ് സംഭവിക്കുന്നത്? റെസിസ്റ്റൻസ് മാറുമ്പോൾ ടെമ്പറേച്ചർ മാറുന്നു. അപ്പോൾ റെസിസ്റ്റൻസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ ആണ് നോക്കുന്നത്. തെർമിസ്റ്റർ ആണെങ്കിലും അങ്ങനെയാണ് നോക്കുന്നത്. ഒന്നിൽ പോസിറ്റീവ് ആണെങ്കിൽ വേറൊന്നിൽ നെഗറ്റീവ് ആണ്. അതായത് ഒന്നിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കൂടും, ഒന്നിൽ റെസിസ്റ്റൻസ് കൂടുമ്പോൾ ടെമ്പറേച്ചർ കുറയും. അപ്പോൾ ഇതേപോലെ ബേസിക് പ്രിൻസിപ്പിളും പിന്നെ എൻ്റെ ഇൻസ്ട്രുമെന്റ് ഏതുമായിട്ട് കണക്ട് ചെയ്താണ്. ഇപ്പോൾ പ്രഷർ ആൻഡ് വാക്വം മെഷർമെന്റ് ആണെങ്കിൽ മാനോമീറ്റർ നമുക്കറിയാം, ചോദിക്കില്ല. എന്നാലും പ്രഷർ ആൻഡ് വാക്വം മെഷർമെന്റ് നമുക്കിപ്പോൾ മക്ലേഡ് ഗേജ്, പിറാനി ഗേജ്, ഓക്കെ, അത് ഏതുമായിട്ട് വാക്വം മെഷർമെന്റിലാണോ? ഓക്കെ, അപ്പോൾ ഹൈ വാക്വം മെഷർമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിരിക്കുന്നതിൽ ഏത് ഉപയോഗിക്കാം? പിറാനി ഗേജ് വേണോ? ഓക്കെ, മാനോമീറ്റർ വേണം. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ ഇൻസ്ട്രുമെന്റ് പഠിക്കുക. അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചിലതിൽ ചിലപ്പോൾ നമുക്ക് ലോസ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ ചിലപ്പോൾ ഈ ഗ്യാസ് ലോസ്, ചാൾസ് ലോ വെച്ചിട്ടായിരിക്കും ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ബേസിക് പ്രിൻസിപ്പിൾ ഓർത്ത് വയ്ക്കാം. ഇപ്പോൾ തെർമോകപ്പിൾ ആണെങ്കിൽ ഏത് ലോയാണ്? ഓക്കെ, സീബെക്ക് എഫക്റ്റ് അവിടെ വരുന്നുണ്ടോ? ആ രീതിയിൽ. പിന്നെ ഫ്ലോ മീറ്റേഴ്സ് ആൻഡ് ലെവൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഫ്ലോ മീറ്റേഴ്സ് പിന്നെ എല്ലാവർക്കും ഒരുവിധം പരിചയമുള്ളതാണ്. അതായത് ബേസിക് ആയിട്ട് വരുന്ന വെഞ്ചുറി മീറ്റർ, ഓറിഫൈസ് മീറ്റർ, പിന്നെ റോട്ടാമീറ്റർ. നമ്മളെപ്പോഴും വാരിയബിൾ ഏരിയ മീറ്റർ എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാളാണ്. ഇന്ന് അങ്ങനെ പ്രോബ്ലംസ് ചോദിച്ച് കണ്ടിട്ടില്ല. നമുക്ക് ഫ്ലൂയിഡ് മെക്കാനിക്സ് ഉള്ളത് കൊണ്ട് പിന്നെ ഇൻസ്ട്രുമെന്റേഷൻ അങ്ങനെ പ്രോബ്ലം ചോദിക്കാറില്ല. അപ്പോൾ ഈ ഫ്ലോ മീറ്റേഴ്സ് റിലേറ്റ് ചെയ്ത്, പിന്നെ നമ്മളുടെ നോച്ചസ് ആൻഡ് വെയേഴ്സ്, അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഫ്ലോ മീറ്റർ കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇയാൾ ആരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണെന്ന് പഠിച്ചു വെക്കാം. അതേപോലെ ഹ്യൂമിഡിറ്റി ആണെങ്കിൽ ഹൈഗ്രോമീറ്റർ ആണോ അതോ ഹൈഡ്രോമീറ്റർ ആണോ? ഓക്കെ, ഹൈഗ്രോമീറ്ററിൽ എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹ്യൂമിഡിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്? ഇത്രയും പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ക്രോമറ്റോഗ്രാഫിക് അനാലിസിസ് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കി വെക്കാം. സോ 3 മാർക്ക് ഇതാണ്. കഴിഞ്ഞ പ്രാവശ്യം പ്രഷർ റിലേറ്റഡ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചായിരുന്നു. പിന്നെ ഫ്ലോ ആണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ തോന്നുന്നു. പിന്നെ ഹ്യൂമിഡിറ്റി റിലേറ്റ് ചെയ്തിട്ട്, എന്ന് വെച്ചാൽ ഇൻസ്ട്രുമെന്റ് ബേസിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം ചോദിച്ചത് കഴിഞ്ഞ പ്രാവശ്യം. ഓക്കെ, അപ്പോൾ ഇൻസ്ട്രുമെന്റിന്റെ പേര് നിങ്ങൾ അറിഞ്ഞിരിക്കുക, ആരുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് അറിഞ്ഞിരിക്കുക, അതിൽ ബേസിക് ലോയോ പ്രിൻസിപ്പിളോ ഉണ്ടെങ്കിൽ അതും അറിഞ്ഞിരിക്കുക. അത്രയും മതി. ദെൻ നെക്സ്റ്റ് പ്രോസസ് കൺട്രോൾ. ഈ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വൈഡ് സിലബസ് ആണ്. പക്ഷെ നമ്മളെ സിലബസിൽ ഇപ്പോൾ ബിടെക്കിന്റെ സിലബസ് എടുക്കുകയാണെങ്കിൽ അതിലൊരു 3-ാമത്തെയോ 4-ാമത്തെയോ മൊഡ്യൂൾ വരുന്ന ആൾക്കാരാണ് ഈ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സിസ്റ്റം, അതേപോലെ തന്നെ കൺട്രോൾ വാൾവ് ഒക്കെ. അതാണ് നമ്മളുടെ സിലബസിൽ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഓപ്പൺ സിസ്റ്റം, ക്ലോസ്ഡ് സിസ്റ്റത്തിനെ പറ്റിയിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കുക, അതിൻ്റെ ഒരു കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. ഓക്കെ, അതാണ് നമുക്ക് ചെയ്യാനുള്ളത്. എന്താണ് ഓപ്പൺ സിസ്റ്റം, എന്താണ് ക്ലോസ്ഡ് ലൂപ്പ് സിസ്റ്റം? ഓപ്പൺ സിസ്റ്റം ആണെങ്കിൽ എങ്ങനെ കൺട്രോൾ പോകുന്നു. ഇനി കൺട്രോൾ വാൾവിന്റെ കേസ്, അതിൽ 3 ടൈപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇതെന്നാണ് ഒരു ക്വസ്റ്റ്യൻ എന്തായാലും ചോദിക്കേണ്ടത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെയാണ് ചോദിച്ചത്. പിയും PIയും PID. ഓക്കെ, പ്രൊപ്പോർഷണൽ, ദെൻ അതിൻ്റെ കൂടെ ഇന്റഗ്രൽ ടേം വരുന്നത്, പിന്നെ ഇന്റഗ്രൽ കഴിഞ്ഞ ഡിഫറൻഷ്യൽ ടേം വരുന്നത്. 3 കേസ്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കാം. ഇനി ഇതിൽ കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. ഇന്റഗ്രൽ ഞാൻ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തിനെ ഒഴിവാക്കാനാണ്. ഡിഫറൻഷ്യൽ ടേം എന്തിനാണ് ഞാൻ ഉപയോഗിക്കുന്നത്, എന്തിനെ ഒഴിവാക്കാനാണ്. അപ്പോൾ എറർ ഉണ്ടാവുമ്പോൾ ആ എററിനെ ഒഴിവാക്കുക എന്നുള്ള ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഓസിലേഷൻ ഉണ്ടാവുമ്പോൾ, അതായത് എൻ്റെ ഔട്ട്പുട്ട് ആണ് ഞാൻ നോക്കുന്നത്. ഓക്കെ, എൻ്റെ വാരിയേഷൻ, അതായത് ഞാൻ ഇത്ര ടെമ്പറേച്ചർ ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ എൻ്റെ മെഷർ ചെയ്യുന്ന ടെമ്പറേച്ചറിൽ വാരി ഉണ്ട്. അപ്പോൾ സെറ്റ് പോയിന്റും എനിക്ക് മെഷർ ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസം വരും. അതിനനുസരിച്ച് ഞാൻ ആക്ഷൻ എടുക്കണം. അതാണ് നമ്മുടെ ഈ സിസ്റ്റം പ്രോസസ് കൺട്രോൾ നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ലാസ്റ്റ് അവരൊരു കാര്യം എഴുതിയിട്ടുണ്ട്, ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. ഇതാണ് ശരിക്കും പ്രോസസ് കൺട്രോളിന്റെ തുടക്കത്തിൽ നമ്മൾ പഠിക്കുക, ഫസ്റ്റ് 1-2 മൊഡ്യൂള്. അപ്പോൾ ഈ ട്രാൻസ്ഫർ ഫംഗ്ഷൻ റിലേറ്റ് ചെയ്തിട്ടാണ് പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത്. അത് ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ഉണ്ട്, സെക്കൻഡ് ഓർഡർ സിസ്റ്റം ഉണ്ട്. അപ്പോൾ അതിന്റെ ജനറൽ ഇക്വേഷൻ ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ജനറൽ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, അതേപോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റെപ്പ്, യൂണിറ്റ് സ്റ്റെപ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും, ഡാമ്പ് ആണെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന് ഇക്വേഷൻസ് ഉണ്ട്, അത് മാത്രം ഒന്ന് പഠിച്ചു വെക്കും. നെക്സ്റ്റ് മാസ് ട്രാൻസ്ഫർ ആണ്.
വെയിറ്റേജ് കൂടിയ ഒരു മൊഡ്യൂളാണ്. ഈ മൊഡ്യൂള് കുറച്ച് സമയം എടുത്ത് പഠിക്കാനാണ്. തുടക്കത്തിൽ നമ്മളിപ്പോൾ ഇവിടെ എഴുതി വെച്ച പോലെ JA അല്ലെങ്കിൽ NA, ഫ്ലെക്സ് കാര്യങ്ങൾ. മോളിക്കുലാർ ഡിഫ്യൂഷനിൽ പണ്ടൊക്കെ റിപ്പീറ്റ് അടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ ആയിട്ട് കമ്പയർ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നമ്മളവിടെ ഫൂറിയേഴ്സ് ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ഉണ്ട്, അതേപോലെ ഇവിടെ ഫിക്സ് ലോ ഓഫ് ഡിഫ്യൂഷൻ ഉണ്ട്. പിന്നെ അവിടെ നമ്മൾ കൺവെക്റ്റീവ് ടേം പറയുന്ന പോലെ ഇവിടെ ഡിഫ്യൂഷനിൽ നമുക്ക് കൺവെക്റ്റീവ് ടേം പറയാം. അപ്പോൾ അതൊന്ന് കമ്പയർ ചെയ്ത് തുടക്കത്തിൽ ഒന്ന് പഠിക്കാം. പിന്നെ നമുക്ക് കുറച്ച് യൂണിറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അബ്സോർപ്ഷൻ, അഡ്സോർപ്ഷൻ, ഹ്യൂമിഡിഫിക്കേഷൻ, ഡ്രൈയിങ്, ഡിസ്റ്റിലേഷൻ, ലീച്ചിങ്. അബ്സോർപ്ഷന്റെ ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിളും അതേപോലെ തന്നെ അവിടെ മാസ് ട്രാൻസ്ഫർ കോഎഫിഷ്യന്റ് തമ്മിലുള്ള റിലേഷനും ഒന്ന് പഠിച്ചു വെക്കുക. അതായത് ഗ്യാസ് സോളിബിലിറ്റി അതേപോലെ തന്നെ ലിക്വിഡ് സോളിബിലിറ്റി എങ്ങനെ കൂട്ടാം, അല്ലെങ്കിൽ ഗ്യാസ് സോളിബിലിറ്റി എങ്ങനെ കൂട്ടാം അല്ലെങ്കിൽ കുറയ്ക്കാം. കാരണം അബ്സോർപ്ഷനിൽ ഗ്യാസ് ആണ് സോളിബിൾ ആയിട്ട് വരുന്നത്. അതേപോലെ ഗ്യാസിനെ അബ്സോർബ് ചെയ്യാൻ ഞാൻ എങ്ങനെ സോൾവെന്റിനെ സെലക്ട് ചെയ്യണം, അതൊരു തിയറി ക്വസ്റ്റ്യൻ ആണ്. പിന്നെ അഡ്സോർപ്ഷൻ, 2 ടൈപ്പ് അഡ്സോർപ്ഷൻ ഉണ്ട്. അതേപോലെ ഐസോതേംസ് ആണ് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. ഐസോതേമിന്റെ ഇക്വേഷൻസ് ഒന്ന് പഠിച്ചു വെക്കുക. അതേപോലെ ഫിസിക്കൽ അഡ്സോർപ്ഷനും കെമിക്കൽ അഡ്സോർപ്ഷനും തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പഠിച്ചു വെക്കുക. ഹ്യൂമിഡിഫിക്കേഷനിൽ കുറച്ച് ഇക്വേഷൻസ് പഠിക്കാനുണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രോബ്ലംസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഹ്യൂമിഡിഫിക്കേഷൻ. അതേപോലെ സ്റ്റേറ്റ്മെന്റ് പെർസെൻറ്റേജ് സാച്ചുറേഷനും റിലേറ്റീവ് സാച്ചുറേഷനും തമ്മിലുള്ള റേഷ്യോ എന്താണ്, ആരാണ് വലുത്, അല്ലെങ്കിൽ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ ഹ്യൂമിഡിറ്റി കൂട്ടിക്കഴിഞ്ഞാൽ ഇവർ തമ്മിൽ എന്താണ് ചേഞ്ച് ഉണ്ടാവുക. ഇത് റിപ്പീറ്റ് അടിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹ്യൂമിഡിഫിക്കേഷനിൽ. പിന്നെയുള്ളത് ഡ്രൈയിങ് ആണ്. ഡ്രൈയിങ്ങിൽ നമുക്ക് കുറച്ച് ഡെഫിനീഷൻസ് ഉണ്ട് തുടക്കത്തിൽ. എന്താണ് ബൗണ്ട് മോയ്സ്ചർ, എന്താണ് അൺബൗണ്ട് മോയ്സ്ചർ, ദെൻ പിന്നെ അതേപോലെ തന്നെ ഫ്രീ മോയ്സ്ചർ എന്താണ്, ഇക്വിലിബ്രിയം മോയ്സ്ചർ എന്താണ്. അത് നമുക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ ക്വസ്റ്റ്യനിൽ തരാം. ഓക്കെ, പാർഷ്യൽ പ്രഷർ ലെസ് ദാൻ ആണെങ്കിൽ ഏത് മോയ്സ്ചർ ആണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് എത്തുമ്പോൾ അല്ലെങ്കിൽ ഇക്വിലിബ്രിയം മോയ്സ്ചർ ഉണ്ടെങ്കിൽ എങ്ങനെ ഫ്രീ മോയ്സ്ചർ കണ്ടുപിടിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈയിങ്ങിൽ പ്രോബ്ലംസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിന് സിമ്പിളായിട്ട് നമുക്ക് ഒരുപാടുണ്ട്. ഡ്രൈയിങ് റേറ്റ് കർവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് റേറ്റ്, ഫോളിംഗ് റേറ്റ്, ഇങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ എപ്പോഴും കോൺസ്റ്റന്റ് റേറ്റിലുള്ള ഇക്വേഷൻ ആണ് ചോദിക്കാറുള്ളത്. കാരണം അവിടെ ജസ്റ്റ് x1 - x2 വെച്ചിട്ട്, അതായത് ഇനീഷ്യലി ഉള്ള മോയ്സ്ചർ കണ്ടന്റും ഫൈനലി ഉള്ള മോയ്സ്ചർ കണ്ടന്റും വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന സിമ്പിൾ ഇക്വേഷൻ ആണ്. അതൊന്ന് നിങ്ങൾ പഠിച്ചു വെക്കണം ഡ്രൈയിങ്ങിന്റെ കേസിൽ. പിന്നെ മാസ് ട്രാൻസ്ഫറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ആളാണ് ഡിസ്റ്റിലേഷൻ. ഓക്കെ, ശരിക്കും മാസ് ട്രാൻസ്ഫർ ബിടെക്കാരെ സംബന്ധിച്ച് 2 സബ്ജക്റ്റ് ആണ്. മാസ് ട്രാൻസ്ഫർ 1 ഉണ്ട്, അതേപോലെ തന്നെ മാസ് ട്രാൻസ്ഫർ 2 ഉണ്ട്. അപ്പൊ അതില് നമ്മളുടെ ഡിസ്റ്റിലേഷൻ എന്ന് പറയുന്ന ആള് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഡിസ്റ്റിലേഷൻ അതൊന്ന് ഓർത്ത് വെക്കുക. ഡിസ്റ്റിലേഷന്റെ കേസ്, അതിൽ ഡിഫറെന്റ് ടൈപ്പ് ഡിസ്റ്റിലേഷൻ ഉണ്ട്. ന്യൂമറിക്കലി ചോദിക്കുക കൂടുതലും ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിലാണ്, അതിന്റെ ക്യൂ വാല്യൂ വെച്ചിട്ട്. ഓക്കെ, ലാസ്റ്റ് ലീച്ചിങ്ങിന്റെ ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ചാൽ മതി. എന്താണ് ലീച്ചിങ്, അതേപോലെ തന്നെ ഓരോ ഫാക്ടർ മാറുമ്പോൾ ലീച്ചിങ്ങിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത്. ഇതിൽ 6 മാർക്ക് ഉണ്ടെങ്കിലും ഡിസ്റ്റിലേഷൻ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, ഡിസ്റ്റിലേഷനെ പറ്റിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നമ്മളെ ഹ്യൂമിഡിഫിക്കേഷൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, അതും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇതിൽ ഏതെങ്കിലും മാറിക്കൊണ്ടിരിക്കാം. പിന്നെ ഇൻട്രഡക്ഷൻ എന്നുള്ള രീതിയിൽ ഡിഫ്യൂഷനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഡിഫ്യൂഷൻ കോഎഫിഷ്യന്റോ അല്ലെങ്കിൽ അതിന്റെ റിലേഷൻസോ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളത്. ദെൻ ലാസ്റ്റ് തിയറി മാത്രമുള്ള ഒരാളാണ് പോളിമർ ടെക്നോളജി. അപ്പൊ അതിൽ മെയിൻ ആയിട്ട് പോളിമറൈസേഷൻ റിയാക്ഷൻ. നമ്മൾ എപ്പോഴും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന 2 ആൾക്കാരാണ്. ഒന്ന് അഡീഷൻ പോളിമറൈസേഷനും വേറൊന്ന് കണ്ടൻസേഷൻ പോളിമറൈസേഷനും. അഡീഷനിൽ അൺസാച്ചുറേഷൻ ഉണ്ട്, കണ്ടൻസേഷൻ ആണെങ്കിൽ എലിമിനേഷൻ ഉണ്ട്. അപ്പൊ ഇതിൽ വരുന്ന കുറച്ച് എക്സാമ്പിൾ ഉണ്ട്, അതേപോലെ ഇതിലും വരുന്ന കുറച്ച് എക്സാമ്പിൾ ഉണ്ട്. അതൊന്ന് പഠിച്ചു വെക്കാം. അപ്പൊ ക്വസ്റ്റ്യനിൽ തന്നെ നമ്മളെ സിലബസിൽ തന്നെ എടുത്തു പറഞ്ഞിരിക്കുന്ന കുറച്ച് ആൾക്കാരാണ് എഥിലീന്, പ്രൊപ്പിലീന്, വീനൈൽ ക്ലോറൈഡ്, സ്റ്റൈറീൻ ഒക്കെ. ഇവരെങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിന്റെ പോളിമറൈസേഷൻ എങ്ങനെയാണ് നടക്കുന്നത്. അതേപോലെ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, നമ്മൾക്ക് ഹൈ ഡെൻസിറ്റി അതേപോലെ ലോ ഡെൻസിറ്റി പോളിത്തീൻ ഉണ്ട്. അപ്പൊ അവിടെയുള്ള കാറ്റലിസ്റ്റ് ഡിഫറെന്റ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എഥിലീന്റെ കേസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ തെർമോപ്ലാസ്റ്റിക്സും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സും ഇത് തമ്മിൽ ഡിഫറൻസ് നിങ്ങൾക്കറിയാം. തെർമോസെറ്റിംഗ് ആണെങ്കിൽ സെറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. തെർമോപ്ലാസ്റ്റിക് ആണെങ്കിൽ നമുക്ക് റിവേഴ്സിബിൾ ആണ്. ഹീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാം, കൂൾ ചെയ്ത് ഹാർഡ് ആക്കാം, വീണ്ടും ഹീറ്റ് ചെയ്ത് സോഫ്റ്റ് ആക്കാം.
പക്ഷെ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് കാര്യങ്ങളുണ്ട് തെർമോപ്ലാസ്റ്റിക്സിലും തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സിലും. ഇപ്പോൾ തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആയിട്ട് വരുന്നത് ഏതാണ്? ഓക്കെ, അതേപോലെ തന്നെ തെർമോസെറ്റിംഗ്സിൽ ക്രോസ് ലിങ്കിങ് നടക്കാം, തെർമോപ്ലാസ്റ്റിക്സിൽ അതില്ല. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോളിമർ പഠിക്കുമ്പോഴും അത് ഏതിലാണ്, അഡീഷൻ പോളിമറൈസേഷനിലാണോ, കണ്ടൻസേഷൻ പോളിമറൈസേഷൻ ആണോ, അതേപോലെ തെർമോപ്ലാസ്റ്റിക്സ് ആണോ, തെർമോസെറ്റിംഗ് പ്ലാസ്റ്റിക്സ് ആണോ, ഇനി ഈ പോളിമറിന്റെ തന്നെ മോണോമേഴ്സ് ഏതാണ്? ഓക്കെ, ഇപ്പോൾ പോളിത്തീൻ ആണെങ്കിൽ എത്തീൻ ആണെന്ന് എനിക്കറിയാം, അത് ചോദിക്കേണ്ട കാര്യമില്ല. അതേപോലെ PVC ആണെങ്കിൽ നമുക്കറിയാം വീനൈൽ ക്ലോറൈഡ് ആണ് മോണോമേഴ്സ്. പക്ഷെ അല്ലാതെ നമ്മളോട് ചോദിക്കുന്ന ഇപ്പോൾ കോപോളിമേഴ്സിൽ നമുക്ക് കോപോളിമേഴ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് മോണോമേഴ്സ് വരുന്ന കേസാണ്. ഇപ്പൊ നൈലോൺ 66 കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. നൈലോൺ 66 അഡിപ്പിക് ആസിഡും ഉണ്ട്, ഹെക്സാമെഥിലീൻ ഡയമീനും ഉണ്ട്. ഇപ്പോൾ രണ്ടാളും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് പോളിമറൈസേഷൻ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മോണോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളുണ്ട്. സോ കോപോളിമേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ കോപോളിമേഴ്സ് അടങ്ങിയിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമുക്ക് പഠിക്കാനുണ്ട്, അതേപോലെ കണ്ടൻസേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ നൈലോൺ 66 അല്ലെങ്കിൽ പോളിയസ്റ്റർ ആയിട്ടുള്ള ആൾക്കാർ, അപ്പോൾ അതിൽ മെയിൻ ആയിട്ട് മോണോമേഴ്സ് ആരാന്നുള്ളതൊന്ന് പഠിച്ചു വെക്കാം. പിന്നെ മാൻമെയ്ഡ് ഫൈബേഴ്സിനെ പറ്റിയിട്ട് നമുക്ക് സിലബസിൽ പറഞ്ഞിട്ടുള്ള നമ്മളെ വിസ്കസ് ക്രയോണിന്റെ കേസും ഒന്ന് ഓർത്ത് വെക്കാം. അതും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം, അങ്ങനെ എടുത്ത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട്. ഓക്കെ, പിന്നെ ഡെപ്തിലേക്ക് ചിലപ്പോൾ നമ്മളുടെ പോളിമറൈസേഷൻ ടെക്നിക്ക് റിലേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിന്റെ മെക്കാനിസം റിലേറ്റ് ചെയ്ത് പോവാം. പക്ഷെ ബേസിക് ആയിട്ട് ഈ ഒരു പോളിമർ മോണോമർ ഡിഫറെന്റ് ടൈപ്പ് എന്നുള്ള രീതിയിൽ നിങ്ങളൊന്ന് പഠിച്ചു പോവാം. ഓക്കെ, സോ നമുക്ക് 45 ഡേയ്സ് എടുക്കുകയാണെങ്കിൽ ഞാനത് ഏകദേശം ഒരു 5 വീക്കിലേക്കായിട്ടാണ് എടുത്തിരിക്കുന്നത്. നമുക്കൊരു 6 വീക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിലും ഓരോ ഡേയ്സ് നമുക്ക് വേണമെങ്കിൽ കൂട്ടാം. അപ്പോൾ പോളിമർ ടെക്നോളജിയും അതേപോലെ തന്നെ പ്രോസസ് കൺട്രോൾ എന്ന് പറയുന്ന ആള് നമുക്ക് കുറച്ചും കൂടെ തിയറി റിലേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ, പോളിമർ ടെക്നോളജിയിലാണെങ്കിൽ നിങ്ങൾ കുറച്ച് പേരുകൾ പഠിക്കാം. ഓക്കെ, മോണോമർ അതേപോലെ തന്നെ പോളിമർ. പ്രോസസ് കൺട്രോൾ ആണെങ്കിലും ആ സിസ്റ്റത്തിനെ പറ്റി ഒന്ന് പഠിച്ചു വെക്കാം. ബേസിക് ആയിട്ടുള്ള നമ്മളുടെ കൺട്രോളറിന്റെ ഇക്വേഷൻസും ട്രാൻസ്ഫർ ഫംഗ്ഷന്റെ ഇക്വേഷൻസും ഒന്ന് പഠിച്ചു വെക്കാം. അപ്പോൾ അതിന് ശരിക്കും 1 വീക്ക് ടൈം മതി ശരിക്കും ഇത് രണ്ടും പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇൻസ്ട്രുമെന്റേഷനിലേക്ക് വരികയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കേസ്, അതായത് എൻ്റെ ഇൻസ്ട്രുമെന്റ് അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ എന്താണ്, ആ ഇൻസ്ട്രുമെന്റ് ഏത് മെഷർമെന്റിനാണ് ഉപയോഗിക്കുന്നത്, ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് 3-4 ദിവസം പഠിക്കാനേ ഉണ്ടാവുള്ളൂ നമ്മുടെ ഇൻസ്ട്രുമെന്റേഷൻ. ഇത് നെക്സ്റ്റ് സ്റ്റോഷ്യോമെട്രിയിലേക്ക് വരുവാണെങ്കിൽ അതിൽ ഞാൻ പറഞ്ഞ മെറ്റീരിയൽ ബാലൻസ് നിങ്ങളൊന്ന് ചെയ്ത് പഠിക്കണം. അത് ഒരു ദിവസം തന്നെ എടുത്തിരുന്ന് പഠിക്കുകയാണെങ്കിൽ നല്ലതാണ് മെറ്റീരിയൽ ബാലൻസിന്റെ കേസ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് പോയിക്കോളും. പിന്നെ നമുക്ക് സ്റ്റോഷ്യോമെട്രി ഒന്ന് പഠിക്കാനുണ്ട്, അതേപോലെ തന്നെ മൊളാലിറ്റി ടേംസ്, പിന്നെ ഗ്യാസ് ലോസ്. ഇത്രയും പഠിക്കാൻ ഒരു 4-5 ദിവസം നമുക്ക് മതി. ഞാനിതിൽ എല്ലാത്തിലും ഒരു ദിവസം കുറച്ചാണ് ഇട്ടേക്കുന്നത്, കാരണം 35 ഡേയ്സ് എന്നുള്ള രീതിയിലാണ് ഞാൻ ഇത് ഇട്ടേക്കുന്നത്. സോ 45 ആക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ദിവസം കൂട്ടാം. ഓക്കെ, ഇതിൽ തീർക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തിലും ഒരു ദിവസം കൂട്ടിയാലും നമുക്ക് എന്താണ് ഒരു 40-42 ഡേയ്സിൽ തീർക്കാവുന്ന രീതിയിലാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ദെൻ 4ാമത്തെ കേസ് എന്ന് പറയുന്നത് മാസ് ട്രാൻസ്ഫർ ആണ്. ഇതിൽ ഞാൻ പറഞ്ഞു നമുക്ക് ഒരുപാട് യൂണിറ്റ് ഓപ്പറേഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് മോളിക്കുലാർ ഡിഫ്യൂഷനെ പറ്റി ഒരു ദിവസം പഠിക്കാനുള്ളതുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു ഐഡിയ ഉണ്ടാക്കുക. പിന്നെ ഓരോ യൂണിറ്റ് ഓപ്പറേഷൻ, ഹ്യൂമിഡിഫിക്കേഷൻ എടുക്കാം, ലീച്ചിങ് അഡ്സോർപ്ഷൻ ഒക്കെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പൈൻ ചെയ്ത് പഠിക്കാം. ഓക്കെ, പിന്നെ ഡിസ്റ്റിലേഷൻ ഒരു ദിവസം മൊത്തം ഇരുന്നൊന്ന് പഠിക്കാം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് 7 ഡേയ്സ് അല്ലെങ്കിൽ 8 ഡേയ്സ്, 7 ഡേയ്സ് പറ്റുവാണെങ്കിൽ അത്, ഇല്ലെങ്കിൽ 8 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 9 ഡേയ്സ് മാക്സിമം. ഓക്കെ, അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല മാസ് ട്രാൻസ്ഫറിന്റെ കേസ് ആണെങ്കിൽ. ഓക്കെ, മാസ് ട്രാൻസ്ഫറിൽ ശരിക്കും ഡിസ്റ്റിലേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്, പിന്നെ ഹ്യൂമിഡിഫിക്കേഷൻ അതിലുള്ള ആ റിലേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമുക്ക് ഏത് വേണമെങ്കിലും ചോദിക്കാം. തുടക്കത്തിലുള്ള ഡിഫ്യൂഷനും പഠിക്കാം, ബാക്കിയുള്ളത് ഏത് വേണമെങ്കിലും ചോദിക്കാം, നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഇത് 3ആണ് സ്ഥിരമായിട്ട് കൂടുതലും ചോദിച്ച് കാണാറുള്ളത്. ഒന്ന് ഡിഫ്യൂഷന്റെ ബേസിക് ആയി എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഡിസ്റ്റിലേഷനിൽ നിന്നുള്ള ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഹ്യൂമിഡിറ്റി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ബാക്കി 3 ക്വസ്റ്റ്യൻ ഡിപ്പെൻഡ് ചെയ്യും. ചിലപ്പോൾ അബ്സോർപ്ഷൻ ആവാം, ചിലപ്പോൾ അഡ്സോർപ്ഷൻ ആവാം, ചിലപ്പോൾ ഡ്രൈയിങ് ആവാം, ചിലപ്പോൾ ലീച്ചിങ് ആവാം. ഓക്കെ, അത് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഡയമെൻഷനൽസ് നമ്പേഴ്സും വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഒരു ക്ലാസ് ഡയമെൻഷനൽസ് നമ്പേഴ്സ് ഇട്ടിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ പോലെ തന്നെ മാസ് ട്രാൻസ്ഫറിലെ 2-3 ഡയമെൻഷനൽസ് നമ്പേഴ്സ്. ഇനി പാർട്ടിക്കിൾ ടെക്നോളജിയിലേക്ക് വരുമ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ കുറച്ച് തിയറി ഉണ്ട്, ആ കൺസെപ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി. അത് കഴിഞ്ഞാൽ നിങ്ങളെ ഇക്വേഷൻസ് റിലേഷൻസ് എപ്പോഴും ഒന്ന് പഠിച്ചു പോവുക. പാർട്ടിക്കിൾ ടെക്നോളജിയിൽ എൻ്റെ റിലേഷൻ ഇക്വേഷൻസ് പഠിച്ചു പോവുക. ഓക്കെ, അതിലുള്ള പ്രോബ്ലംസ്
അപ്പോൾ ന്യൂമറിക്കൽ ആയിട്ടാണ്. അപ്പോൾ കൂടുതലും കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചതെങ്കിലും നിങ്ങൾ ആ തിയറിന്റെ കൺസെപ്റ്റ് ഒന്ന് പുറത്തു വെക്കണം. PSP യിൽ എന്താണ് സംഭവിക്കുന്നത്? ഓക്കെ, ESP യിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ദെൻ അവിടെ കൊറോണ ജനറേഷൻ ഉണ്ട്, അല്ലെങ്കിൽ കൊറോണ ജനറേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്? ഒരു പഴയ PSC ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ പാർട്ടിക്കൽ ടെക്നോളജി പഠിക്കുമ്പോൾ ഇതേപോലെ നിങ്ങൾ എന്ത് ചെയ്യാം? തിയറി ആദ്യം കൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓക്കെ, എല്ലാത്തിലും ഇപ്പൊ ഇൻസ്ട്രുമെന്റേഷൻ ഞാൻ പറഞ്ഞ പോലെ ബേസിക് പ്രിൻസിപ്പിൾ ഉണ്ടെങ്കിൽ അതൊന്ന് മനസ്സിലാക്കുക. എന്നിട്ട് പേര് പഠിക്കുമ്പോൾ ഏത് ഇൻസ്ട്രുമെന്റ് ആയിട്ടാണെന്നുള്ളത് നോക്കുക. ഇപ്പോൾ പാർട്ടിക്കൽ ടെക്നോളജി ആണെങ്കിലും നിങ്ങൾ ബേസിക് പ്രിൻസിപ്പിൾ ഒന്ന് മനസ്സിലാക്കുക. അതിലുള്ള ഇക്വേഷൻ അല്ലെങ്കിൽ റിലേഷൻ, ഡയമീറ്റർ കൂടിയാൽ ടെർമിനൽ സെറ്റിംഗ് വെലോസിറ്റി എങ്ങനെ കൂടുന്നു, അല്ലെങ്കിൽ അജിറ്റേഷന്റെ പവറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട്, ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ ആ ന്യൂമറിക്കൽസ് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക, ഇക്വേഷൻസ് ഒന്ന് എഴുതി പഠിക്കുക. അതിനാണ് ഞാൻ 1 വീക്ക് കൊടുത്തത്. അതും ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 8-9 ദിവസം വേണമെങ്കിൽ എടുക്കാം. അതിൽ ലാസ്റ്റിലേക്ക് കുറെ തിയറി വരുന്നുണ്ട്. അത് നിങ്ങൾ വെറുതെ പഠിച്ച് സമയം കളയേണ്ട. ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല സ്റ്റോറേജ് കേസിൽ റിലേറ്റ് ചെയ്ത്. പക്ഷെ അവസാനം വേണമെങ്കിൽ കുറച്ച് സിലോസ് ബിനോ എന്നൊക്കെ എന്താണ് ബിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പേര് ആർക്കാണോ ലാർജ് സൈസ്, അല്ലെങ്കിൽ ആർക്കാണോ ഡയമീറ്റർ കുറവ്, അങ്ങനെയുള്ള രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾ ലാസ്റ്റിൽ കുറച്ച് പോയിന്റ്സ് ഒന്ന് നോക്കി വെച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാന്നുള്ളതാണ്. ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനായിട്ട് നമുക്ക് സുബുവിന്റെ ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്. അതിൽ കുറച്ച് പഴയ കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസിന്റെ ഏതെങ്കിലും ഒരു ഹരിഹന്തോ വേണമെങ്കിൽ നോക്കാം. ഓക്കെ, അപ്പൊ നെറ്റിലുള്ളതെല്ലാം ശരിയായിക്കൊള്ളണമെന്നില്ല. നമുക്ക് വേണമെങ്കിൽ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടും. എന്നിരുന്നാലും നമ്മളുടെ ഒന്നുകിൽ പ്രീവിയസ് ഗേറ്റ് ക്വസ്റ്റ്യൻസിലുള്ള വലിയ ക്വസ്റ്റ്യൻസ് ഒന്നും വേണ്ട, ചെറിയ തിയറി ബേസിൽ അല്ലെങ്കിൽ ചെറിയ സിമ്പിൾ ആയിട്ട് റിലേഷൻസ് വരുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്ത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സമയത്ത് തന്നെ ചില ഇക്വേഷൻസ് ഒക്കെ കയറി വരുമ്പോൾ അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഷോർട്ട് നോട്ട്സ് ഉണ്ടാക്കുക. കാരണം ആ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതലും ചോദിക്കാറുള്ളത്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന കേസിൽ തന്നെ നിങ്ങൾ ആ ഇക്വേഷൻസ് ഒന്ന് എഴുതി കൊണ്ടുവരിക. ഓക്കെ, ഏതൊക്കെ സൈഡിൽ നിന്നാണ്, അല്ലെങ്കിൽ ഏതൊക്കെ ഏതൊക്കെ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ ആ ഇക്വേഷൻസ് പഠിച്ചാൽ തന്നെ ആ ഇക്വേഷൻസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നെയും കയറി വരിക. ഓക്കെ, ചിലപ്പോൾ വാല്യൂസ് മാറ്റുന്നതേ ഉള്ളൂ, സെയിം ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഇത്രയാണ് നമുക്ക് നമ്മളുടെ സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായിട്ട് കിട്ടുന്നുള്ള പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.